മീറ്റ് മിസ്റ്റർ റോബിൻ രാധാകൃഷ്ണൻ. ഈ ഒരു വാക്ക് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നതായിരിക്കും. വേദലക്ഷ്മി അതേപോലെ അനന്തു ഇവർ രണ്ടുപേരുമാണ് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കഥകൾ പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതായത് ബി ജെ പിയിലേക്ക് അദ്ദേഹം കയറിയത് സാമ്പത്തിക നേട്ടത്തിനാണ് എന്നും ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും പണം തൊട്ട് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ഒരവസ്ഥയെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ റോബിൻ രാധാകൃഷ്ണൻ്റെ വൈഫ് ആരതി പൊടി, ഈ ആരതി പൊടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നേ തന്നെ ഒരുപാട് ചർച്ച ചെയ്തതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും അതേ പേര് കേൾക്കണം, കേൾക്കാം. ഇവൻ ആരതി പൊടി എന്ന് പറയുന്ന പെങ്കൊച്ചിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാം കൊച്ചിന്. ആ കൊച്ചു കുടിയും കിടക്കാനത്. ആ കൊച്ചു തന്നെ ആൾക്കാരുടെ അടുത്ത് വിളിച്ചിട്ട് പറയുന്ന വോയിസ് നോട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവനെ പോലെ ഒരു ചെറ്റയാവാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഇതൊന്നും ഞാൻ ഔട്ടാക്കത്തുള്ളൂ. പക്ഷെ ഇനിയും പ്രൊവോക്ക് ചെയ്ത് തുടങ്ങും. ഇനിയും നീ പൈസ കൊടുത്ത് പി ആറിനെ വെക്ക്. അപ്പൊ നീ ഇതെങ്ങനെ വെളുപ്പിക്കുന്നതെന്ന് എനിക്ക് കാണും. സ്വന്തം ഭാര്യ പറയുന്നതേ കേട്ടോടാ പൊന്നുമോനെ. ഓക്കെ ഓക്കെ, ഷാലു പേയാട് പറഞ്ഞ വാക്കുകളൊക്കെ അന്നിരുന്ന് ട്രോൾ ചെയ്യുന്നില്ലേ നിങ്ങളെല്ലാവരും? ഇപ്പൊ ഷാലു പേയാടിനെ തെരഞ്ഞു പോയിട്ട് അവരുടെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ നോക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നും. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്ക് പുച്ഛമായിരുന്നു, പുച്ഛം. ഇപ്പോൾ ഒരു സാമ്പത്തിക ഭദ്രത, പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നും ഉയർന്നു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആരതി പൊടിയുടെ എന്തൊക്കെയോ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ കുറേ കാര്യങ്ങൾ മുന്നേ തന്നെ ഞങ്ങളും മനസ്സിലാക്കിയതാന്നുള്ളതാണ്. ഒരുപാട് യൂട്യൂബർമാർക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ ഈ വിഷയം അങ്ങ് അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും റോബിൻ്റെ പേര് ഇവരൊക്കെയാണ് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മളാരുമല്ല. നമുക്ക് എന്തായാലും ഇവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവണ യുദ്ധം എന്നാണ് ആ ഒരു കഥയുടെ പേര്. ഒരു കയ്യിലെ വാച്ചിലെ സമയം ശത്രുക്കളുടെ ഒരു സമയം എൻ്റെത് നോക്കാനാണെന്ന് പറഞ്ഞ് 2 വാച്ച് കെട്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാവണ യുദ്ധം. എന്തായാലും വേദലക്ഷ്മിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കേട്ടോക്കെ. അപ്പോ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവര് ഇപ്പൊ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പൊ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എന്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എന്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽ ദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽ ദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തുമെന്നാ പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. ബൈ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഓക്കെ. ആദ്യം കുറച്ച് ചാറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് റോബിൻ ആ കാര്യം പറയുന്നത്. കുറച്ച് പൈസ ആവശ്യമുണ്ടേ, ഒന്ന് തിരിമറിയണേ എന്നുള്ളതാ. ഒന്ന് കേട്ടോക്കി, സോറി കണ്ടോക്കി. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. എന്താ പറയാ, നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾ ഒരു 90,000 റുപ്യ തരണം കേട്ടോ. ബാങ്കിൽ 5 ലക്ഷമോ 55 ലക്ഷമോ പിന്നെ 1 കോടിയോ അങ്ങനെ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു വ്യക്തി കേട്ടോ മാസത്തിൽ. അവനോട് തട്ടിക്കയറുന്ന കൂടി ഒന്ന് കണ്ടോക്കി. ആ പുള്ളിക്കാരന്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ആ പുള്ളിക്കാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഇല്ല ബ്രോ ഈ വ്യക്തി എങ്ങനെയാണെന്നറിയോ? ഈ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ
പല സമയത്ത് ഈ അല്ല ബ്രോ കേക്ക് ഞാൻ പറഞ്ഞത് ഈ വ്യക്തിക്ക് വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല, 90,000 പറഞ്ഞ വീഡിയോ, ആ വീഡിയോ ഇപ്പൊ എങ്ങനെ ബ്രോ അറിഞ്ഞു? ഞാൻ ചോദിച്ചത് ആ വ്യക്തി എന്റെ അടുത്ത് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ എന്റെ അടുത്ത് ആ വ്യക്തി, എനിക്കിപ്പോ പ്രാന്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് കാശ് തന്നെ, അയാൾ എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, എനിക്കും ഈ അബിൽദേവിനും അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആ ഒരു വീഡിയോ ബ്രോന് എങ്ങനെ അറിയാം ബ്രോ? എങ്ങനെ അറിയും? ആ പുള്ളിക്കാരന്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ആള് ജേർണലിസ്റ്റാണ്, ആളതിനെ കുറിച്ച് കണ്ടെത്തി, അത് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാളുടെ അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയേണ്ട കാര്യം എന്തുള്ളത്? അയ്യയ്യയ്യേ, റോബിന് ഭയങ്കര ഹൈ ടെമ്പറാണ് കേട്ടോ, പ്രഷർ കൂടുതലാണെന്ന് തോന്നുന്നേ. അങ്ങോട്ട് പൈസ ചോദിക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തിട്ട് ആ വീഡിയോ എനിക്ക് ഇങ്ങനെ അയക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. 90,000 രൂപ കടം ചോദിച്ചതായിട്ടുള്ളതാണ് ആ വീഡിയോയിൽ. തങ്കപ്പെട്ട മനുഷ്യനാണ് താങ്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് താങ്കൾ അതിൽ പറയുന്നത്. ആ ഒരു വീഡിയോ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതോ? എന്തൊക്കെയാടേ, എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇല്ലല്ലോ അല്ലേ, ആ പുള്ളിക്കാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? എന്ന് വെച്ചാൽ എനിക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ള അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം പുള്ളിക്കാരൻ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു ബ്രോ? ബ്രോ അല്ല, അപ്പൊ അറിയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ അബിൽദേവിന്റെ അച്ഛനായിരിക്കും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും ആവശ്യമില്ല. താങ്കൾ സമ്മതിക്കുന്നുണ്ട് ഈ കാര്യം, താങ്കൾ അത് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ അവർ ആ വീഡിയോ ഇട്ടു, ആ വീഡിയോ ഞങ്ങളെല്ലാവരും കണ്ടു. ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ഒരു മാധ്യമപ്രവർത്തകൻ അത് ചോദിക്കുമ്പോൾ അതിന് അവൻ്റെ തന്തയാണോ തന്നതെന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അവർ കറക്റ്റ് ചോദ്യമല്ലേ ചോദിച്ചിട്ടുള്ളത്. താങ്കൾ എന്തൊക്കെയാ കിടന്ന് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നേ? വിശ്വാസമുള്ള ആളുകൾ പോലും ഇപ്പോൾ വിശ്വാസം പോയിട്ടുണ്ടാവും. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും എന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഭയങ്കര സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടും തോറ്റ് തുന്നമ്പാടി വന്ന മനുഷ്യനല്ലേ താങ്കൾ? അപ്പം പിന്നെ ആ ഡയലോഗ് അടിക്കാതിരിക്കുക നല്ലത്. എന്തായാലും വാങ്ങിയ പൈസ ഒക്കെ തിരിച്ചു നൽകുക. പിന്നെ താങ്കൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് നിയമപരമായിട്ട് എന്താണ് പോലീസ് സ്റ്റേഷനിൽ വന്നുകൂടെ എന്നൊക്കെ. അതിന് വേദലക്ഷ്മി തന്നെ മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ കൊടുക്കുന്നതിനേക്കാൾ മുൻപ് മാർച്ച് 31 ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് നോക്കിയേ. മാർച്ച് 30 അവർ പരാതി നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു തീരുമാനമാക്ക്. എന്തിനീ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ പോരെ? ഇതിങ്ങനെ വലിച്ചു നീട്ടേണ്ട എന്ത് കാര്യമുള്ളത്? ഇതിപ്പോൾ ആർക്കാ നാണക്കേടുണ്ടായിട്ടുള്ളത്? എല്ലാവർക്കും ഒരുപോലെ നാണക്കേട് ഉണ്ടാവും, അത് വേറെ കാര്യം. എന്നാൽ പോലും ഇവിടെ കടം വാങ്ങിയത് തിരിച്ചു നൽകാത്ത നിങ്ങൾക്കാണ് കൂടുതൽ നാണക്കേട് ഉണ്ടാവുക. പിന്നെ താങ്കളുടെ ഒരു ശബ്ദം പുറത്തു വന്നിട്ടുണ്ട്, BJP വർഗീയവാദികളാണെന്ന് പറയുന്ന സംഭവം. പിന്നെ നിങ്ങളത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, BJPക്കാർ നിങ്ങളെ മിക്കവാറും എടുത്ത് പുറത്താക്കും. ഇപ്പോൾ ഒരു ഇത് കാണുന്നില്ലേ, ഇവരുടെ ചാറ്റാണ്. ഈ ചാറ്റിൽ ചെക്ക് ദിസ് വീഡിയോ, അതായത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു, പൈസ ചോദിച്ചിട്ടുള്ള വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ചെക്ക് ദിസ് വീഡിയോ എന്നിട്ട് കുറേ കരയുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നീ അയക്കുന്നത് എന്ന് തിരിച്ചും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പൈസ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ 25,000 മതി എന്ന് ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് തരണം, സോറി, ലീവ് ഇറ്റ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാനാണല്ലോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ളത്. എന്നതിൻ്റെ ശേഷം ഇപ്പോൾ കിടന്ന് കുണച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾ മുഴുവൻ കണ്ടു അറിഞ്ഞു. ഇനി ദയവ് ചെയ്തിട്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടാതിരിക്കുകയെന്ന് എനിക്ക് പറയുള്ളൂ. പിന്നെ വേദലക്ഷ്മിയും കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്നുണ്ട്. പരാതി കൊടുത്ത കാര്യമാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. ഇനി എന്തിനാണത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്നതെന്ന് മനസ്സിലാവാത്തത്? സോഷ്യൽ മീഡിയയിൽ വന്ന നിർബന്ധമായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് റിയാക്ട് ചെയ്യും, അത് അത്രേ ഉള്ളൂ. റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം കിടന്ന് മെഴുകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കളിൽ എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള ഒരു കുറച്ചെങ്കിലും ഒരു ചെറിയൊരു ഇതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്ത് ഒഴിവാക്കുക. കാരണം എത്ര കോടിക്കണക്കിന് രൂപ ബാങ്കിൽ വന്ന് പോകണ്ടെന്ന് പറഞ്ഞ ഒരാളല്ലേ, അങ്ങനെ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുക. ഇനിയിപ്പോൾ എത്ര കൊടുക്കാനുള്ളത്, അതാണ് ഒരു പിടിയില്ലാത്തത്. ഇപ്പം ഈ വീഡിയോയിൽ 90,000 ചോദിക്കുന്നു, കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ 25,000 ചോദിക്കുന്നുണ്ട്, അതും കിട്ടിയോന്ന് അറിയില്ല. വേദലക്ഷ്മിക്ക് എത്ര കൊടുക്കാനുള്ളത്? അപ്പോൾ ദയവ് ചെയ്തിട്ട് എത്ര കൊടുക്കാനുള്ളത് വെച്ചാൽ അത് കൊടുക്കുക, എത്ര വാങ്ങാൻ ചിലത് വാങ്ങുക, എന്നിട്ട് ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക. സോഷ്യൽ മീഡിയയിൽ എൻ്റെ പൊന്നേ, ഇപ്പോൾ ഒളിച്ചോട്ടത്തിൻ്റെ ഒരു സാധനം ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒളിച്ചോട്ടം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വീഡിയോ ഇതായിരുന്നിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം. റോബിൻ ഇങ്ങനെ കൊടുന്ന് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേദലക്ഷ്മി അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അനന്ത് ഇന്നും വെല്ലുവിളിച്ചിട്ടുണ്ട്, അതായത് ആരതിപ്പൊടിയുടെ വോയിസുകൾ കൂടി ഞാൻ പുറത്തു വിടും എന്നുള്ളതൊക്കെ. നിങ്ങളായി നിങ്ങളുടെ പാടായി സോഷ്യൽ മീഡിയയിൽ വന്നെടുത്ത് റിയാക്ട് ചെയ്യും, അത്ര തന്നെ. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാട്. സൈനിങ് ഓഫ്.